Watch full episodes on Jio Hotstar. ശിവ, സത്യമാണോ ഈ സാന്റാക്ലോസ് വന്ന് ഗിഫ്റ്റ് തരുന്നൊക്കെ പറയുന്നത്? അതെ അതി, അത് സത്യമാണ്. അത് ചിലപ്പോ ഏലിയൻ ആയിരിക്കും. അത് ഈ ഭൂമിയിലുള്ള ആളല്ലല്ലോ. ഈ യൂടിക്ക് എപ്പോഴും ഏലിയന്റെ വിചാരേ ഉള്ളൂ. വരൂ കുട്ടികളെ, വന്ന് എന്തെങ്കിലുമൊക്കെ ആഹാരം കഴിക്കേ. മുത്തശ്ശി, ആഹാരം എന്ന് പറഞ്ഞപ്പോഴേ വെച്ചുക്കാൻ തുടങ്ങി എനിക്ക്. എന്റെ ജീവിതത്തിലെ ഒറ്റൊരാഗ്രഹമേ ഉള്ളൂ, ബലമായതാ. നമ്മൾ 0 ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് ഫുൾ പേയ്മെന്റ് എടുക്കണം. ചക്കരക്കിണ്ടി ബോസേ, നിങ്ങളുടെ പേര് ചക്കരക്കിണ്ടി എന്നല്ല. നിങ്ങളുടെ പ്ലാൻ നാന വിഴുങ്ങികളെ കുറെ കിട്ടും. ഇപ്പോഴത്തെ പുതിയ പ്ലാൻ എന്താണെന്നൊന്ന് പറഞ്ഞൂടെ? നാളെ ക്രിസ്മസ് ആണ്. സാന്റാക്ലോസ് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ തീർച്ചയായിട്ടും വന്നിരിക്കും. സാന്റ ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകും, നമ്മൾ പുറകെ ചെന്നത് മോഷ്ടിക്കും. പിന്നെ ആ മോഷ്ടിച്ച സാധനമൊക്കെ മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് നല്ല വിലയ്ക്ക് വിൽക്കുകയും വേണം. സാന്റയുടെ ഗിഫ്റ്റ് വളരെ വ്യത്യാസമുള്ളതാ. എല്ലാ ഗിഫ്റ്റും തീർച്ചയായിട്ടും വിറ്റിരിക്കും. അല്ലേ? 0 ഇൻവെസ്റ്റ്മെന്റിൽ ഫുൾ പേയ്മെന്റിൽ ബിസിനസ്സിൽ ലാഭമുണ്ടാക്കാം. കൊള്ളാം ബോസേ, കൊള്ളാം. സാന്താക്ലോസിന്റെ സമ്മാനങ്ങൾ ലോകത്തിലാദ്യമായിട്ട് നമ്മളായിരിക്കും ഓട്ടിക്കുന്നത്. ഇത് വേൾഡ് റെക്കോർഡായി മാറുന്നതാ തോന്നുന്നത്. അതിന്റെ അർത്ഥം കള്ളൻ കപ്പലിൽ തന്നെ, പിന്നെ താക്കോലാണെങ്കിൽ അവന്റെ കയ്യിലും കിട്ടും. നഗരം മുഴുവൻ നമ്മുടെ ആൾക്കാരുണ്ടെന്നേ. ഈ സാന്റാക്ലോസ് എവിടെയൊക്കെ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുക്കുന്നു അവിടെയൊക്കെ ചെന്ന് നമ്മുടെ ആൾക്കാർ മോഷ്ടിക്കും. ഈ മോഷ്ടിച്ച സാധനമൊക്കെ നമ്മുടെ നഗരത്തിൽ കൊണ്ടുപോയി നല്ല കൂടുതൽ വിലയ്ക്ക് അങ്ങ് വിൽക്കും. പറയൂ, ഇതിനെന്താണ് പറയാ? Zero investment and full payment. കണ്ടോ, എനിക്ക് വേണ്ടി ഈ പട്ടണം എങ്ങനെ ഒരുക്കിയിരിക്കുന്നത് കണ്ടോ? ആ ശരിയാ. അപ്പൊ ശരി ജാദുവാൻ ജപ്പി, നമുക്ക് പെട്ടെന്ന് വേദ സിറ്റിയിലെ പിള്ളേർക്കെല്ലാം ഗിഫ്റ്റ് കൊടുത്തിട്ട് മറ്റു പട്ടണങ്ങളിലേക്ക് പോകണം. സാന്റാ, ബൈ ബൈ. ആഹാ, എനിക്ക് തോന്നുന്നു ഇവൻ ഉണന്നു. നമുക്ക് ഇവിടുന്ന് പോവാം. കിട്ടിപ്പോയി ആദ്യത്തെ ഗിഫ്റ്റ്. വരൂ, നമുക്കെല്ലാം പെട്ടെന്ന് തന്നെ ചെയ്യണം. നമുക്ക് ഇനിയും വേറെ ഗിഫ്റ്റുകൾ കൊടുക്കാനുണ്ട്. ശിവ, സാന്റ വരാനായിട്ട് നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്താലോ? ശരിയാ യൂടി, സാന്റയെ ആർക്കും കാണാനേ സാധിക്കില്ല. പക്ഷെ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ശരിക്കും കാണാൻ പറ്റും. ശിവ, ദാ അവിടെ കണ്ടോ, സാന്റ പോകുന്നു. അത് കണ്ടോ, ആ റൂഫിൽ കൂടി ആൾക്കാർ പോകുന്നത് കണ്ടില്ലേ? കമ്പാസ്.
അങ്കിൾ, മോഷ്ടിച്ച സാധനങ്ങൾ മര്യാദയ്ക്ക് തന്നേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ ലഡു സിംഗ് സാറിനെ വിളിക്കും. മര്യാദക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ നോക്ക് കുട്ടി. എന്നെ കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ഓ ശിവ, ശിവ എന്നാണ് എന്റെ പേര്. ഈ തന്തൂരിനെ ഇടിക്കാൻ നിനക്ക് എവിടുന്ന് ഇത്ര ധൈര്യം കിട്ടി? നിന്നെ ഞാൻ കാച്ചി കളയും ചക്ക. അല്ല, ഇവരെന്തിനാ ഈ കുട്ടികളുടെ ഗിഫ്റ്റ് മോഷ്ടിക്കുന്നത്? സോറി ബോസേ, ഒരു കുട്ടി വന്ന് ഞങ്ങളെ ഇടിച്ച് ആ ഗിഫ്റ്റ് ഒക്കെ തട്ടിക്കൊണ്ടു പോയി. അത് സാരമില്ല, അത് പോട്ടെന്ന് വെക്കേ. അല്ലേലും നമ്മളടുത്ത് കുറെ ഗിഫ്റ്റ് ഉണ്ടല്ലോ. ഇത് വെച്ച് തന്നെ നമുക്ക് കൂടുതൽ പണം ഉണ്ടാക്കാമെന്നേ. നിങ്ങൾ ചെയ്തത് നന്നായി. എല്ലാവരും നല്ലവണ്ണം പരിശ്രമിച്ചിട്ടുണ്ട്. സാന്റാക്ലോസിന്റെ ഗിഫ്റ്റ് അത്ഭുതകരമായിരിക്കുന്നു. നാളെ ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി മാർക്കറ്റിൽ വിൽക്കുന്നതാണ്. എന്നിട്ട് ലക്ഷങ്ങൾ ഞാൻ ഉണ്ടാക്കും. ഈ ഗിഫ്റ്റ് കണ്ടു കഴിയുമ്പോൾ കുട്ടികൾ തീർച്ചയായും വാശി പിടിച്ചിരിക്കും. വേഗം പോയി കട റെഡിയാക്കാൻ നോക്കൂ. നോ പ്രോബ്ലം ശിവ, നോ പ്രോബ്ലം. ഒരു കുഴപ്പമില്ല ശിവ. എനിക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിലൊക്കെ ഏത് വീട്ടിൽ മോഷ്ടിച്ചിരിക്കുന്നെന്ന്. ഇതിലൊക്കെ ഞാൻ തന്നെ തിരിച്ചു കൊണ്ടേ കൊടുത്തോളാം. നോ പ്രോബ്ലം. ഹൈ, സാന്റാക്ലോസിന്റെ സമ്മാനങ്ങളോ? ഉണർന്നിരിക്കൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ സാന്റാക്ലോസ് ആർക്കും ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല. നഗരത്തിലെ ചെറിയ കുട്ടികൾ സാന്റാക്ലോസിന്റെ ഗിഫ്റ്റ് അവർക്ക് കിട്ടുമെന്ന് കരുതി കാത്തിരിക്കുന്നു. പക്ഷെ ഇതുവരെ സാന്റാക്ലോസ് വന്നില്ല. ലഡു സിംഗ് സാറേ, ഇത് കള്ളമാണ്. ശരിക്കും സാന്റാക്ലോസ് പോകുന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാണ്. അദ്ദേഹം വരികയും ചെയ്ത് എല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുകയും ചെയ്തു. ആ ടോയ്സ് തന്നെ അതിനുള്ള ഒരു തെളിവാണ്. എനിക്ക് തോന്നുന്നത് സാന്റാക്ലോസ് എവിടെയൊക്കെ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ കള്ളന്മാര് സാധനങ്ങൾ മോഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങള് 2-3 കള്ളന്മാരെ മാത്രമേ കണ്ടുള്ളൂ. പക്ഷെ ഇതൊരു വലിയ ഗാങ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. എന്റെ ഇപ്പോഴത്തെ സംശയം, ആ കൊടുത്ത ഗിഫ്റ്റ്സ് ഒക്കെ എവിടെ പോയി? നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് അതാണ്. ഇത്തവണ സാന്റാക്ലോസ് വേദാ സിറ്റിയിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തില്ല. കുഞ്ഞുങ്ങൾ വളരെ ജാദു ജപ്പി, ഇതെങ്ങനെയാ സംഭവിച്ചത്? ഗിഫ്റ്റ് നമ്മൾ കൊടുത്തായിരുന്നല്ലോ. വരൂ, തിരിച്ചു പോയി നോക്കാം. അല്ല, ഇതെന്താ മുത്തശ്ശ, ഇത് എങ്ങോട്ടാ ഈ പോകാൻ പോകുന്നേ? ടിവിയിൽ ന്യൂസ് കണ്ടു ഇപ്രാവശ്യം ക്രിസ്മസിന് സാന്റാക്ലോസ് കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്തില്ലെന്ന്. ഞാനത് കൊടുക്കാൻ വേണ്ടി പോവുകയാ. ഞാൻ വേഗം പോയിട്ട് വരാം. പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നേക്കണേ. ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. കമോൺ കുട്ടികളെ, ജിംഗിൾ ബെൽ ജിംഗിൾ ബെൽ ജിംഗിൾ ഓൾ ദ വേ. ആ മനുഷ്യൻ നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളെ കൊണ്ട് തന്നെ എല്ലാ ഗിഫ്റ്റും അങ്ങ് കൊടുപ്പിക്കാം. വരൂ, നമുക്ക് താഴെ പോവാം.
ഈ സമ്മാനങ്ങൾ കഴിയാത്തതെന്താ അതിശയമായിരിക്കുന്നു. ഇത് എന്ത് മായാജാലമാ? ഈ സമ്മാനങ്ങൾ കഴിയാത്തതെന്താ? വല്ലാത്ത കഷ്ടം തന്നെ. എന്തോ സംഭവിക്കുന്നുണ്ട്. ചിരിക്കരുത്. അയാള് പാവം നല്ല ജോലിയാ ചെയ്തോണ്ടിരുന്നത്. നമ്മള് തീരെ അറിയാണ്ടാണ് അയാളെ പേടിപ്പിച്ചോണ്ടിരുന്നത്. വരൂ നോക്കാം നമ്മുടെ ടോയ്സ് എല്ലാം എവിടെയാണെന്ന്. വരൂ വരൂ, സാന്റയുടെ സമ്മാനങ്ങൾ മേടിക്കൂ. ഇവിടെ നിന്ന് മാത്രമേ ഇത് നിങ്ങൾക്ക് കിട്ടൂ. അവിടെയാണ് നമ്മുടെ ഗിഫ്റ്റ്സ്. വരൂ വരൂ, അതിശയകരമായ സാന്റയുടെ ഗിഫ്റ്റുകൾ ഇവിടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. സുന്ദരമായ ഗിഫ്റ്റുകൾ വേഗം വാങ്ങൂ. ഹായ്, എനിക്ക് ഇത് വാങ്ങിച്ചതാ. എനിക്ക് അത് മതി. എനിക്ക് ഈ പാവയ മതി. എനിക്ക് ആ പാവയ മതി. എല്ലാവർക്കും കിട്ടും. ഓരോരുത്തരായി പറയൂ. ഈ ഒരു കിളിക്ക് 5000 രൂപ. 5000 രൂപയോ? എനിക്ക് ആ ഗിഫ്റ്റ് തന്നെ വേണം. ഇനി എന്ത് ചെയ്യാനാ? ശരി, ആ പാവ തന്നേക്ക്. ഇതാ സാന്റാക്ലോസിന്റെ ഫാക്ടറിയിൽ നിന്ന് പേഴ്സണലായിട്ട് മേടിച്ചതാണ്. ഗിഫ്റ്റ് വരുത്തിച്ചതാണോ അല്ലെങ്കിൽ മോഷ്ടിച്ചതാണോ? ബോസ്, ഈ കുട്ടിയാണ് അന്ന് ഞങ്ങളെ ഒരുപാടിട്ട് തല്ലിയത്. എന്താ അങ്കിൾ, മോഷ്ടിച്ച സാധനങ്ങളൊക്കെ ഇത്ര വലിയ വിലക്ക് വിൽക്കുന്നോ? ഇതിന് എന്താ പറയാന്നറിയോ? 0 ഇൻവെസ്റ്റ്മെന്റിൽ ഫുൾ പേയ്മെന്റ്. അല്ലല്ല, ഇതിനെയാണ് പറയാ നേരെ ജയിലിക്കുള്ള വഴിയെന്ന്. ഇവര് ഗിഫ്റ്റ് സാധനങ്ങളാണ് മോഷ്ടിച്ചിരിക്കുന്നത്. ഇത് മോഷ്ടിച്ചതല്ല, ഇതൊക്കെ ഞങ്ങളുടേതാണ്. അങ്കിൾ, ഇത് പല വീടുകളിൽ നിന്നും മോഷ്ടിച്ചതാണ്. നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. ഇത് ഞങ്ങൾ തന്നെ കൊണ്ടുപോയി കൊടുത്തോളാം. ഈ കുട്ടി ആള് വിളഞ്ഞ വിത്താണല്ലോ. ഇപ്പൊ ശരിയാക്കി തരാം. കുട്ടിയെന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്.
ഈ കുട്ടിയെ നിങ്ങൾ ചെന്ന് വകവരുത്തൂ. I will finish you. ശിവ, നീ പേടിക്കണ്ട, ഞാൻ വന്നല്ലോ. ഇനി നിന്നെ തൊടാൻ ആർക്കും ഇവിടെ ധൈര്യം ഉണ്ടാവില്ല. Hands up! തന്നോടാ പറയുന്നത്, ഹാൻഡ്സ് അപ്പ്. ലഡു സിംഗ് സർ, ഓൾറെഡി അദ്ദേഹം ഫ്ലാറ്റ് ആയി പോയി. എന്താ, ഞാൻ വരുന്നു എന്ന് വിവരം കേട്ടപ്പോ അവൻ ബോധം കെട്ട് വീണതാണോ? റിലാക്സ്. Merry Christmas! Merry Christmas! Merry Christmas, Merry Christmas, Merry Christmas. Merry Christmas! Merry Christmas! Merry സാന്റ പോകുന്നു. സാന്റ സാന്റ ഹായ് സാന്റ, ഞങ്ങൾക്ക് ഗിഫ്റ്റ് വേണം. സാന്റ സാന്റ ഹായ് ഹായ് സാന്റ, ഗിഫ്റ്റ് തരൂ. ഹായ്, താങ്ക് യു. ഹായ് സാന്റ, ബൈ ബൈ. ഹായ് സാന്റ. ശിവ, നീ ഒരു വളരെ വളരെ വീരനായ ഒരു നല്ല കുട്ടിയാണ്. എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ഇതാ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. ബൈ സാന്റ, ബൈ ബൈ. ശിവ, ഇവിടെ സാന്റ വന്നിരുന്നോ? യോ. Watch India's largest kids library only on Jio Hotstar. Download the app now.